മനോഹര കാഴ്ചയൊരുക്കി ചീങ്കണ്ണി പുഴയോരത്ത് പാറിപ്പറക്കുന്നത് നൂറുകണക്കിന് പൂമ്പാറ്റകൾ. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ കുടകു മേഖലയിൽ നിന്നാണ് ചിത്രശലഭങ്ങളുടെ ദേശാടനം തുടങ്ങുന്നത്. കണ്ണൂർ ജില്ലയിലെ കേളകം ചീങ്കണ്ണി പുഴയോരത്തെത്തുന്ന പൂമ്പാറ്റകൾ ചെളിയൂറ്റൽ നടത്തും. യാത്രക്കിടെ പുഴയോരങ്ങളിൽ കൂട്ടമായി തങ്ങി ഇവയ്ക്കാവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന പ്രക്രിയയാണിത്. ചെളിയൂറ്റൽ സമയത്ത് നനഞ്ഞ മണ്ണിൽ നിന്ന് ഉപ്പും അമിനോ ആസിഡുമാണ് ഇവ ശേഖരിക്കുക. ജനുവരി പകുതിയാവുന്നതോടുകൂടി ഇത്തവണത്തെ ശലഭദേശാടനം, ആൽബട്രോസ് ശലഭങ്ങളുടെ ദേശാടനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ചെളിയൂറ്റൽ പ്രക്രിയ വിവിധ ഇന ശലഭങ്ങളുടെ ഒരു ചെറുകൂട്ടങ്ങൾ പലയിടത്തായിട്ട് കണ്ടിട്ടുള്ളത്. ആറളം വന്യജീവി സങ്കേതം ശലഭോദ്യാനമായി പ്രഖ്യാപിച്ചതിന് ശേഷം ശലഭഗ്രാമമായി മാറാനുള്ള ശ്രമമാണ് കേളകം ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. ചീങ്കണ്ണി പുഴയോരത്തെത്തിയ പൂമ്പാറ്റകൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യും. സൈലന്റ് വാലി വഴി നീലഗിരിയിലേക്ക് ദേശാടനം നടത്തുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രശലഭങ്ങൾ എത്തുന്നതോടെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി പ്രദേശം മാറും. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. ഫെലിക്സ് പുളിക്കലാണ് നമുക്കിപ്പം കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ചേരുന്നത്. ഫെലിക്സ്, ഈ ചിത്രശലഭങ്ങളുടെ ദേശാടനം എന്ന് പറയുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നാറുണ്ട്. സാധാരണ പക്ഷികളുടെ ദേശാടനത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ചെന്നാൽ ഈ ചിത്രശലഭങ്ങളുടെ ദേശാടനം കാരണം ഒരുപാട് ചിത്രശലഭങ്ങളെ കാണാൻ സാധിക്കും. ഒരു കൗതുക കാഴ്ച തന്നെയാണ്. ഇനിയിപ്പോൾ വിനോദസഞ്ചാരികളുടെ തിരക്കൊക്കെ ആയിരിക്കും അവിടെ, അല്ലേ? നമ്മൾ ഈ പക്ഷികളുടെയൊക്കെ ദേശാടനം ധാരാളം കണ്ടിട്ടുണ്ട്. എന്നാൽ പൂമ്പാറ്റകളുടെ ദേശാടനം എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രത്യേകതയുള്ളതാണ്. നമുക്കറിയാം, പൂമ്പാറ്റകൾക്ക് അധികം ആയുസ്സൊന്നുമില്ല. ഇതിപ്പോൾ ഈ കർണാടകയോട് ചേർന്നുള്ള, അതായത് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ അതിർത്തി പ്രദേശമാണ് കർണാടകയിലെ കുടക്. അവിടെ നിന്നുമാണ് ഈ പൂമ്പാറ്റകൾ ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഇത് നേരെ സൈലന്റ് വാലിയിലേക്ക് പോകുന്നു എന്നതാണ് ഈ പഠനങ്ങൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണൂരിലെ മലയോര മേഖലയായ കേരളത്തോട് ചേർന്നുള്ള ചീങ്കണ്ണി പുഴയോരത്ത് ഈ പൂമ്പാറ്റകൾ എത്തുന്നതും കൂട്ടത്തോടെ ലക്ഷക്കണക്കിനാണ് എത്തുന്നത്. ഇപ്പോൾ ഒരു കൂട്ടം എത്തും ചീങ്കണ്ണി പുഴയോരത്ത് മണൽത്തിട്ടയിലാണ് അത് കേന്ദ്രീകരിക്കുക. അവിടെ നിന്നാണ് ഈ ലവണങ്ങൾ, നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം. നമ്മളിപ്പോൾ ഇവിടുന്ന് കാശ്മീരിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈക്ക് എടുത്താണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം പല ഹോട്ടലുകളിൽ നമ്മൾ നിർത്തി ഭക്ഷണം കഴിക്കും. പൂമ്പാറ്റകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലവണങ്ങൾ കിട്ടുന്നത് ഈ പ്രദേശത്താണ്. അതുകൊണ്ടാണ് അത് കൂട്ടത്തോടെ ഇവിടെ വരുന്നത്. പിന്നീട് അത് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ അടുത്ത കൂട്ടം പൂമ്പാറ്റകളെത്തും. അങ്ങനെയാണ് ഈ ദേശാടനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് സഞ്ചാരികൾ വലിയ രീതിയിൽ എത്തുന്നു. അതായത് ഡിസംബർ മാസം പകുതിയാവുമ്പോഴാണ് ഈ ദേശാടനം തുടങ്ങുന്നത്. അതിൽ ആൽബട്രോസ് എന്ന ഇനം പൂമ്പാറ്റകളാണ് കൂടുതലായി എത്തുന്നത്. അപ്പോൾ ഇതിങ്ങനെ ധാരാളമായി വരികയും പോവുകയും ചെയ്യുന്നത് കാണാൻ വേണ്ടി ധാരാളം ആളുകൾ, സഞ്ചാരികൾ. തീർച്ചയായും എന്തായാലും ഇനി ജനങ്ങൾ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് എത്തുമെന്നതിൽ സംശയമൊന്നുമില്ല. ഈ ചിത്രശലഭങ്ങളുടെ ദേശാടനം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരു കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ്. ശരി.